ഹലോ, എല്ലാവർക്കും 3 ഡാഫോഡിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുടപ്പുളി അച്ചാറാണ് കേട്ടോ. അതിനായി നമ്മൾ കുടപ്പുളിയുടെ ഉള്ളിലുള്ള ഒരു സീഡ് നമുക്കെടുത്ത് മാറ്റണം. ഈ സീഡ് എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയോ ഒരു കാരണവശാലും നമ്മൾ കത്തി യൂസ് ചെയ്യാൻ പാടില്ല. കത്തി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ കറ ഒന്നും കൂടി കൂടും. അതുകൊണ്ട് നമ്മളിതെല്ലാം ചെയ്യേണ്ടത് കൈ കൊണ്ടാണ് കേട്ടോ. നന്നാക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കുവാനായിട്ട് വെക്കാം. ആ വെള്ളം തിളച്ച് വരുമ്പോൾ ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു കുടപ്പുളി ഇട്ട് വെക്കാം കേട്ടോ. കുറച്ച് കറിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. കുറച്ച് നേരം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയം നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കളറ് മാറി വരുന്നത് വരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിടാൻ മറക്കരുത് കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പിക്കിൾ പൗഡർ എന്നിവ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ കുടപ്പുളി വാരിയതാണ്, വെള്ളം വാരിയതാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം മൂടി വയ്ക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് നേരം മൂടി വയ്ക്കാം കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു സമയം നമുക്ക് ഇതിൽ എന്തെങ്കിലും ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കുടപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്.